പുതിയൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ എന്ത് കളിച്ചാൽ ഗൈസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അനിയത്തിൻ്റെ വണ്ടി മോഷിച്ചപ്പോൾ ഗൈസ് നമുക്ക് 10 കോടി കിട്ടി. അങ്ങനെ ഗൈസ് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ വണ്ടി വേണം. എൻ്റെ അനിയത്തിൻ്റെ വണ്ടി ഗൈസ് ഞാൻ സെല്ല് ചെയ്ത് നമ്മൾ ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഈ വണ്ടി ഇപ്പം ഞാൻ ഗ്യാരേജിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത് എന്താണ് കാണാൻ ചോർക്കില്ലെങ്കിലും ഇത് നമ്മൾ എന്താണ് മോഷ്ടിക്കാനായിട്ട് എടുത്ത വണ്ടിയാണ് അപ്പോൾ ഗൈസ്. അപ്പോൾ എന്താണ് നമ്മളിതാ വീടൊക്കെ എടുത്ത് സീക്രട്ട് ഗ്യാരേജിലെ വീട് ഗൈസ് നമ്മുടെ ഫിംഗർ ഗൈസ് കിട്ടും. എൻ്റെ മോനൊക്കെ കിട്ടും ഗൈസ്. നമ്മൾ ഇവിടെ അടഞ്ഞു പോകും കിടക്കും. ഇവിടെ ഒരു സീക്രറ്റ് ഇതുണ്ടെന്ന് അറിയൂല. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ അമ്മക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഒരു ലക്ഷറി ഐറ്റം ഒരു 20 കോടിൻ്റെ ഒരു സാധനം എന്താണ് ഞാനിപ്പോൾ ഗ്യാരേജിൽ വണ്ടി എത്തുന്നത്. ഞാൻ വണ്ടി നോക്കിക്കുന്നത് അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടായാൽ പണിയാകും. അതുകൊണ്ട് സോറി എൻ്റെ വോയിസ് നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ആവുന്നില്ലെങ്കിൽ സോറി പ്ലീസ്. ഇന്ന് ഞാൻ ഡിറ്റക്റ്റ് ആവും കാരണം അതിൻ്റെ വോയിസ് ഞാൻ ഇതാക്കി വെച്ചത്. അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ അത് വോയിസ് ഇതാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ അനിയത്തിൻ്റെ കയ്യിൽ ഒരു ടൈമൊന്നും ഇല്ലാത്തൊരു സാധനം കഴിച്ചു. എന്താണ് സാധനം എന്നൊന്നും അറിയില്ല. ഇൻസ്റ്റഗ്രാമിൽ കണ്ട എൻ്റെ അനിയത്തിയ സാധനം വാങ്ങാൻ പോകുന്നതൊക്കെ തദ്ദേശമായിട്ടൊരു സാധനം ഗ്ലോബലുമായിട്ട്. എൻ്റെ മോനെ ഇത് കേസ് ഞാൻ ഈ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിക്കട്ടോ. ഒരു 5 കോടിയുടെ സാധനം ഈ കറക്കുന്ന സാധനം. ഇത് എന്താ സിൽവറാണ്. ജനത്തിൻ്റെ വിജയം വെച്ച സിൽവറിൻ്റെ ഒരു സാധനം ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയെങ്കിലും മോഷ്ടിക്കണം ഗൈസ്. അപ്പോൾ അതാണ് ഇന്നത്തെ ടാസ്ക് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. എന്താണ് അതുകൊണ്ടാണ് ഗൈസ് ഇന്നത്തെ മിസ്റ്റേക്സുകളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോത്തെ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നമ്മൾ അതൊന്നുമില്ലാതെ കുറച്ച് അടിപൊളിയാക്കി തന്നെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിതപ്പോൾ നമ്മളെ വീട്ടിലിത്തെ ഗൈസ് നമ്മൾ ഹാളിലാണ് ഗൈസ്. ഓക്കെ നമുക്ക് മേലെ പോയിട്ട് ഓക്കെ ഒന്ന് ഡ്രസ്സൊന്ന് ചെയ്യാം. ഡോറടച്ചില്ലേ പ്ലീസ് ലോക്ക്. ഇവിടെ ലോക്കാക്കി എല്ലായിടത്തും ലോക്കോ. അതാണ് രസം. ഈ ഗെയിമിലൊക്കെ ഏറ്റവും അടിപൊളി ഗെയിം ലൈഫ് ടുഗദറും ദുബായ് ഗെയിമാണ്. നമ്മളെ നോമ്പ് തുറ പെരുന്നാൾ വീഡിയോ അല്ലേ അത് ഈ ചാനലിലല്ലത്, അത് വേറെ മറ്റേ ചാനലിലാണ്. ഞാൻ അത് AC-ലിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. സോറി AC ചൂടാണ്. സോറി തണുപ്പാക്കിയിട്ടുണ്ട്. ചൂടുത്തിട്ട് കേസ് ഉണ്ട് ചൂടാ. ഓക്കെ അപ്പം നമ്മളിതാ എന്നൊരു കേസ് നമ്മളിതാ ഇപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഫോണിൽ എന്താണ് എൻ്റെ അനിയത്തിക്ക് ഒന്ന് വിളിച്ചോ. കോൾ ചെയ്തിട്ട് സാധിക്കട്ടെ. കോൾ എടുക്കുന്നില്ല കേട്ടോ. ആള് കോളിങ് കാണിക്കാൻ കോൾ എടുക്കുന്നില്ല. കോൾ എടുക്കുന്നില്ല. കൊടുത്തിട്ടുണ്ട്. ഹലോ ഷമ്മ. ഹലോ ഷമാസിക്കാക്ക എന്തിയെ? ആ ഷമ്മ, പിന്നെ ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ നീ എന്തോ സാധനം വാങ്ങിയില്ലേ? ആ ഷമാസിക്കാക്ക ഞാനൊരു എന്താണ് ഗോൾഡിൻ്റെ ഒരു എന്താണ് ഇത് വാങ്ങിയിട്ടുണ്ട് കാക്ക. ഒരു ഇതുമായിട്ട് സിൽവർ സാധനം ഒരു എന്താണ് 20 ബില്യൻ്റെ ഒരു സാധനം. അപ്പോൾ എന്താണ് അത് വാങ്ങിയിട്ടുണ്ട് സമസിക്കാക്ക. എനിക്ക് ചോദിക്കാൻ കാരണം അല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു ഷമ്മ. നീ എന്താണ് സ്റ്റോറി വെച്ചിരുന്നല്ലോ അല്ലേ? കണ്ടിരുന്നു ഞാൻ. ആ സമസിക്കൊക്കെ ഞാൻ വെച്ചിരുന്നു. സമസിക്കാക്ക അപ്പോൾ ഇനി കണ്ടില്ലേ കാക്ക? ആ ഷമ്മ ഞാൻ അപ്പോൾ ഇനി കണ്ട്. ആ എന്താ ശരി ഞാൻ ചോദിക്കാൻ വിളിച്ചതാണ്. ആ ഓക്കെ സമസിക്കാക്ക. ആ സമസിക്കാക്ക റോയ്സ് റോയ്സിൻ്റെ എന്തെങ്കിലും ആയാ? ഞാനാണ് ഇപ്പോൾ ഇന്ത്യയിലെ എന്താണ് റോയ്സ് റോയ്സ് അല്ല സോറി റോയ്സ് റോയ്സ് തന്നെ അതിൻ്റെ എന്തെങ്കിലും ആയാ? ഞാൻ അത് റേഞ്ച് റോവർ വേറെ വാങ്ങി. എനിക്ക് വണ്ടി ഇല്ലാഞ്ഞിട്ട്. എന്താ ഒക്കെ കേട്ടോ സമസിക്കാക്ക. എനിക്ക് എന്താ പുറത്ത് വരെ വന്ന് പോകാണ്ട്. ശരി അതാ കട്ടാക്കിയ പോകിന് ഗൈസ്. അപ്പം എൻ്റെ അന്നത്ത് വിളിച്ചൊന്ന് കേട്ടാ
ആളെ കയ്യിൽ സാധനമുണ്ട്. പിന്നെ റോയ്സ് റോയ്സിനെ കുറിച്ച് ചോദിച്ച് ഞാൻ തിരിച്ച് റിപ്ലൈ അറിയാൻ സമ്മതിച്ചില്ല. ഏതാ സാറിയ ബാക്കി ബാക്കിയായിട്ട് ചൂടാവുന്നൊക്കെ ഫുൾ ക്ലീൻ ആക്കട്ടെ. നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഡ്രസ്സൊന്നും മാറ്റിയിട്ട് പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ പ്രശ്നമാകും. കാരണം എൻ്റെ അടുത്ത് എന്താണ് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പുറത്ത് പോയി ആൾ വരുമ്പോൾ പിന്നെ നമുക്ക് എന്താണ് സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു നോർമൽ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോകാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഗൈസ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യും. ഗൈസ് ലൈക്ക് ചെയ്യുന്നതെല്ലാവരും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കാര്യമുണ്ട് ഗൈസ്, നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് നമുക്ക് ഒരു എൻ്റെ അനിയത്തിൻ്റെ വീട് എവിടെയെന്നൊന്നും അറിയില്ല. ആ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ വീടുള്ളതെന്ന് ആർക്കറിയാം. ഗൈസ് ലൊക്കേഷൻ നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാനുണ്ട് ലൊക്കേഷൻ നോക്കാനുള്ളത്. ഓക്കെ നമുക്ക് അനിയത്തിയാണെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ടൊരു ധൈര്യമില്ലേക്ക് നമുക്കൊരു ധൈര്യമില്ല ഗൈസ്. എങ്ങാനും എൻ്റെ അനിയത്തി എന്തെങ്കിലും ആക്കുമോ ആർക്കറിയാം. എനിക്കൊരു ധൈര്യം കിട്ടും ഗൈസ്. ഞാൻ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. ഗൈസ് ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഗൈസ് എൻ്റെ അനിയത്തി ഗ്യാരേജ് ഇല്ലാത്ത വീടാണെന്ന് തോന്നി എടുത്തിട്ടുള്ളത്. എനിക്കൊന്ന് ഇവിടെ അങ്ങനെയായിട്ടാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ അടുത്തുള്ള ഇപ്പോൾ ഈ വീടില്ല ഗൈസ്, ഈ വീട് തന്നെ ആണോ അറിയില്ല. എൻ്റെ അനിയത്തി എപ്പോഴും വീട് മാറ്റുന്ന ഒരാളാണ്. ഗൈസ് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടോ. എൻ്റെ അനിയത്തി വല്ല ഇത് മാറ്റിയിരുന്നോ നമുക്കൊന്ന് നോക്കിയപ്പോൾ ലൊക്കേഷനാണ്. ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചെക്ക് ചെയ്യുന്നുണ്ട്. കൂടി കാണാനില്ല. അതിൻ്റെ അന്നത്തെ പോലെ എയർപോർട്ടിൻ്റെ അവിടെ ഉണ്ടാവും. എയർപോർട്ട് ചെക്ക് ചെയ്തിട്ട് ഗെയിമർ ഗുഡ് ലൊക്കേഷൻ ഇതാ ഹോമിൽ ഇരിക്കുന്ന കേസ്. അപ്പോൾ എൻ്റെ അനിയത്തി ഇതാ ഔട്ട്സിലുണ്ട് എന്നാണ് അർത്ഥം. നമ്മളപ്പോൾ ഈ എയർപോർട്ടാണെങ്കിൽ മുന്നിൽ കാണാൻ അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കയ്യിൽ അപ്പോൾ സാധനം കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ സാധനം കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് അപ്പോൾ വീടുണ്ട്. എൻ്റെ അനിയത്തിൻ്റെ വീട് ഔട്ട്സിലുണ്ട് കേസ്. ഇനി വണ്ടി അവിടെ ഉണ്ടാകുന്ന അറിയണം. കാരണം നമുക്ക് ആ വണ്ടി എടുത്തിട്ട് വരാം. അങ്ങനെ നമുക്ക് ചെയ്യാം ഗൈസ്. എൻ്റെ ഏത് വണ്ടിയാണ് പറഞ്ഞാൽ റോയ്സ് ഇല്ലാത്ത റേഞ്ച് റോവർ ഗൈസ്. സോറി റേഞ്ച് റോവറാണ് പറഞ്ഞത്. റേഞ്ച് റോവർ കുറച്ച് അടിപൊളി വണ്ടിയാണ് വിൽക്കുക. കുറച്ച് പൈസ കിട്ടും. അല്ലെങ്കിൽ നമ്മളെന്തിനു വിൽക്കുന്നത്? ആ റേഞ്ച് റോവർ നമുക്ക് പേഴ്സണൽ കാറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് പോകാം. ഇല്ലേ പണിയാകും. ഒറ്റ മിനിറ്റ് ഗൈസ്, എനിക്ക് ആരും വിളിക്കണ്ട. ഞാൻ കൊടുക്കട്ടെ. ഹലോ, ആരാണ്? സാർ ഞാൻ ബാങ്കിൽ നിന്ന് വിളിക്കുന്നതാണ്. എന്തിയെ സാർ എന്താണ് നിങ്ങള് വല്ല ലോൺ എടുത്തിരുന്നു? ഇല്ലല്ലോ, ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ലല്ലോ. നെയിം എന്താണ് അക്കൗണ്ട് നമ്പർ എന്താണ് നെയിം? ഗെയിമർ ഗേൾ എന്നാണ്. ഗെയിമർ ഗേളോ? ഗെയിമർ ഗേൾ ഞാനല്ല കേട്ടോ, അത് എൻ്റെ സിസ്റ്ററാണ്. ആളെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 0573256888. അതാണ് കേട്ടോ ആളെ നമ്പർ. അപ്പോൾ ആ നമ്പർ കണ്ട് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ആളപ്പോൾ പൈസ തരും. ഓക്കെ സാർ. ശരി. ഇന്ത്യക്ക് പണി തന്നതാണ്ട് എന്താണ് എന്തൊക്കെയോ ഇന്ത്യ ഓർഡർ ചെയ്തിട്ട് ഇന്ത്യക്കാർക്കാണ് മെസ്സേജ് വന്നിരിക്കണേ. പണ്ടാറോ ഇന്ത്യക്കാർക്കാണ് മെസ്സേജ്. എൻ്റെ മോനെ കോമഡി. എനിക്ക് മെസ്സേജ് ഞാൻ എൻ്റെ ഗെയിമർ പോലും. ഞാൻ ഗെയിമർ ടീവിയല്ലേ. കോമഡി തന്നെ കേട്ടാ.
എനിക്കാണ് ഈ മെസ്സേജ് വന്നത് കോമഡി. എനിക്കിതിന് മെസ്സേജ് അയക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിതാ പോയേക്കട്ടോ. അപ്പോൾ ഞാൻ എന്താണ് നമ്മളെ കീ എടുക്കട്ടെ വണ്ടിൻ്റെ കീബോർഡ് വെച്ചതാണ്. ഇവിടെ വെച്ചതാണ്. വണ്ടിയുടെ കീ കാണാനില്ല. ഇവിടെ വെച്ചതാണല്ലോ. ഇതിൻ്റെ അടുത്ത് വിളിക്കുന്നത് സൗണ്ടാണ്. ഹലോ ഷമ്മ, എന്തിയാ? സമസിക്കാക്ക, പിന്നെ സമസിക്കാക്കിനെ ഞാൻ നേരത്തെ റേഞ്ചർ റോവർ എന്ന് പറഞ്ഞില്ലേ, ഞാൻ റേഞ്ചർ റോവർ അല്ല എടുത്തിട്ടില്ല, ഞാൻ പോർഷയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് എന്താണ് നെയിം മാറിയതാ കേട്ടോ. അതിനെന്തിനാ നിങ്ങൾ വിളിച്ചത്? അത് പറയാനല്ലേ ഞാൻ വിളിച്ചത്. സമസികക്ക് നേരത്തെ ഉത്തരം പറഞ്ഞില്ല. റോയ്സ് റോയ്സ് കിട്ടിയാ? ഇല്ല ഷമ്മ, റോയ്സ് റോയ്സ് നമുക്ക് കിട്ടിയില്ല. എന്താണ് നമുക്ക് റോയ്സ് റോയ്സ് അവിടെ നിന്ന് നോക്കി നോക്കണം. ഞാനിപ്പോൾ കുറേ സ്ഥലത്തൊക്കെ തിരയുന്നുണ്ട്. ഇനി ഇവിടുന്ന് സ്ഥലം കടത്തിക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ അതവിടെയൊക്കെ തിരയുന്നുണ്ട്. ഓക്കെ സമസിക്കാക്ക, എന്നാൽ ശരി കേട്ടോ, ഞാൻ പുറത്ത് പോകാം. ഓക്കെ ഷമ്മ, ശരി എന്നാ. ഗൈസ്, എൻ്റെ അനിയത്തിക്ക് സത്യം പറയല്ല വട്ടാന്നുകൊണ്ട് വണ്ടിയുടെ പേരൊക്കെ പറയാനായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ പൊന്നാരെ കോമഡി ഉണ്ട്. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ഇപ്പത്തെ വീടില്ലേ ഒരു പ്രത്യേകത ഉണ്ട്. 2 ഡോറാണ് എൻട്രിയിലുള്ളത്. ഒരു ഡോറ് സാധാ ഡോറ്, പിന്നെ ഗ്ലാസ് ഉള്ള ഡോറ്. അങ്ങനെ ഓപ്പണെങ്കിൽ അവിടെ കയറുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ എൻ്റെ അനിയത്തി അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിചാരിക്കാം. എൻ്റെ അനിയത്തി റൂമിൽ പോയി കിടന്ന് നോക്കുന്ന ആളാണ്. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ലൊക്കെ അറിയാം. നമുക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ഒന്ന് ആ സാധനം അടിച്ചു മാറ്റണം. ഞാൻ സാധനം എൻ്റെ അനിയത്തിൻ്റെ റൂമിലാണെങ്കിൽ കോമഡി ഇല്ല. അത് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് നമ്മളെങ്ങനെ വിശ്വസിക്കാം. എന്താ വേസ്റ്റ് നമുക്കിത് പുറത്തൊക്കെ പോകട്ടെ. വേസ്റ്റ് ഞാൻ പുറത്ത് എത്തിയിട്ട് വണ്ടി ഒന്നും നടക്കണ്ടേ. നമ്മൾ എൻ്റെ അനിയത്തി അപ്പോൾ ഞാനപ്പോൾ ആലോചിച്ചപ്പോഴാണ് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അമ്മക്ക് ഇന്ന് റോബറി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ കീ കാണാൻ തരില്ല. ഒന്നുമല്ല, ഇന്ന് ഗൈസ് നമ്മൾ വീട്ടിൽ ഒരാൾ വിരുന്ന് വരുന്നുണ്ട്. അതോട് ഇനി എങ്ങനെ പറയാമെന്നാണെന്ന് നമുക്കറിയാം. ആരെ വരുന്നതെന്ന് വെച്ചാൽ വരുന്ന ആളാണ് കോമഡി. എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. എൻ്റെ അനിയത്തിൻ്റെ അല്ല, ഞങ്ങളെ ഫ്രണ്ട് വരുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ആളിനി സഹകരിക്കണം നമുക്കിവിടെ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള ഇതുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് പോണതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് റോബറി ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ റോബറി ചെയ്യാതൊക്കെ വിചാരിച്ചത് നടക്കൂല. ഏതായാലും എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകണം. എന്നിട്ട് എൻ്റെ അനിയത്തിക്ക് വിളിച്ച് പറയട്ടെ. എൻ്റെ അനിയത്തിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അനിയത്തിക്ക് ഒന്നുകൂടി വിളിച്ച് പറയാം. ആളാരെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണിച്ചില്ല. എൻ്റെ അനിയത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിനോട് പറഞ്ഞിട്ടുണ്ടാക്കാനാ വിളിച്ചോളെ. കോൾ എടുക്കുന്നത് എന്തെങ്കിലും ഇതന്നെ. എൻ്റെ അനിയത്തിക്ക് വിളിച്ച തീരെ കോൾ എടുക്കില്ല. ആരോ ഷമ്മ, ആരോ സമസിക്കാക്ക എന്തിയ ഷമ്മ നമ്മളെ വീട്ടിക്ക് മറ്റേ ബരി വരുന്നുണ്ട് പറഞ്ഞ്. നമ്മളെ ഫ്രണ്ടായ മറ്റേ ബരില്ലേ, നമ്മളെ ഫ്രണ്ടായിട്ട് തക്കുട ചക്കൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവന് വരുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഷമ്മ എന്നോട് പറഞ്ഞില്ല. വലിയ സമസിക്കാക്ക എന്നോട് പറഞ്ഞിട്ട് ചെയ്യുന്നല്ലോ. ചിലപ്പോൾ വിളിക്കൊക്കെ വരാം. എന്താ ചിലപ്പോൾ കൊച്ചിയിലെത്തി. അത് ഞാൻ എനിക്കൊരാവശ്യം വന്ന് പെട്ടെന്ന് കോള് വന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഓള് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് കൊച്ചിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ പോയതാണ് സമസിക്കാക്ക. പിന്നെ സമസിക്കാക്ക ഞാൻ ഇവിടെ ഇല്ലട്ടാ. ഞാനും ഇപ്പോൾ പ്ലെയിൻ അർജൻറ്റായിട്ട് പോയി. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കൊച്ചിയിലാണ്. കൊച്ചിക്ക് എത്തിനപ്പോൾ ഷമത്രത്തിലേക്ക് കൊച്ചിയിലെത്തിയാ? ഞാൻ അവിടുന്ന് ട്രെയിൻ കയറി പോയി. ഓക്കെ ഷമ.
അപ്പോൾ എന്താണ് എനിക്ക് വിളിച്ചിരുന്നാ? ഇതിലേക്ക് വിളിച്ചിട്ടില്ല, ഇനി വിളിച്ചാൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് ആൾ വരുന്നുണ്ട്. ഓക്കെ, എന്താ ശരി എന്നാൽ ഓക്കെ, ഞാൻ അവർക്ക് വിളിച്ച് പറയാം. അപ്പോൾ നമ്മളെന്തെല്ലാം മൂഞ്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തി ഗൈസ് പോയി. അപ്പോൾ എൻ്റെ അനിയത്തി ഇതാ ഈ സ്ഥലം വിട്ട് പോയിട്ടുണ്ട്. അപ്പം എൻ്റെ അനിയത്തി ഇനി വരില്ല. അപ്പോൾ ഇനി ആ ചെക്കൻ വരുന്നുണ്ട്. ആ ചെക്കൻ വരുന്നതന്നെ തകുടു എന്തൊരു പേരാണ് കിട്ടണില്ല ഗൈസ് ആളെ പേര്. അപ്പോൾ ഞാൻ അതപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോയി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡോർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാം. അപ്പോൾ ഗൈസ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആളെ പേരെന്താ അറിയോ? ജോഹിനാണ്. അപ്പോൾ ജോഹിനാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം എൻ്റെ അനിയത്തിൻ്റെ സ്കൂളിൽ പഠിച്ചൊരു ചെക്കനാണ് ജോഹിൻ. അപ്പോൾ അവന് ഇവിടെ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് ഈ കൺട്രിക്ക് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ ടാക്സിയൊക്കെ വിളിച്ചിട്ടാണ് വരികയെന്ന് പറഞ്ഞത്. അപ്പോൾ ആൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ആൾക്ക് എൻ്റെ വീടിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളെ നമ്പർ നിങ്ങൾക്ക് കാണുമെന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ആൾ എൻ്റെ അനിയത്തിൻ്റെ സ്വന്തം ആളായതുകൊണ്ട് ഞാൻ പിന്നെ എന്താണ് സേവ് ചെയ്തിങ്ങനെ ഷമ്മ2 എന്നായിട്ടാണ്. എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ടാണ്. അവർക്ക് അത്ര പ്രായമൊന്നുമില്ല, എൻ്റെ അത്ര പ്രായമില്ല, 10 വയസ്സുണ്ട്. അപ്പോൾ എന്താണ് എൻ്റെ അനിയത്തിക്ക് ചെക്കനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇതുള്ള കുട്ടിയാണ്, ചെക്കനാണ്. അപ്പോൾ അവരോട് ഇനി എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കണ്ടിട്ട് എപ്പോഴാണോ ഇനി വരുന്നത് അവരെ ചോദിച്ചോട്ടെ, നമുക്ക് വിളിച്ചു വെച്ചോക്കാം. അവൻ്റെ അനിയത്തിൻ്റെ ഫോട്ടോ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എൻ്റെ അനിയത്തി ജോയ്സ്. എടപ്പനെ എന്താ ജോഹിനെ, നീ ഇവിടെ എത്തിയാ? ആ ശമാശ, ഞാൻ ഇവിടെ എത്തി. എന്താണ് ഞാനപ്പോൾ ടാക്സി വിളിച്ച് വരാൻ വിചാരിച്ചിരിക്കണം. നീ ടാക്സി വിളിച്ച് വരുമോ ഒറ്റയ്ക്ക്? ഞാൻ വന്നോളാം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുറേ കണ്ടിട്ടില്ല. ഞാൻ അമേരിക്കയിലൊക്കെ പോയ ആളുകൾ പ്രശ്നമൊന്നുമില്ല. അമേരിക്ക നമ്മൾ GTA 5 ഏരിയൊക്കെ പോയിട്ടുണ്ട്. GTA 5 അല്ല, എന്താണ് ഇവിടെയൊക്കെ പോയ ആളാണ്. എന്താണ് സ്ഥലത്തിൻ്റെ പേര്? ലോസ് ആൻഡോസ് സിറ്റിയിലൊക്കെ പോയ ആളാണ്. അതുകൊണ്ട് അതൊക്കെ അറിയാം. ഞാൻ അത് ടാക്സി വിളിച്ചാണ്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കേടാ, നീ എന്താ പാട്ടാ? ഓക്കെ ശരിന്നാ. ഓക്കെ ശരിന്നാ. നമ്മളിതാ എന്താ എന്താണ് ഓക്കെ, അവനക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോഹനെ. അപ്പോൾ അവനിപ്പോൾ വരും ഗേസ്. അപ്പോൾ അവനിപ്പോൾ ഒന്ന് ടാക്സി വിളിച്ച് വരാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവനിപ്പോൾ മെസ്സേജ് അയച്ച് ഞാൻ ടാക്സി കേട്ട് വരുന്നത്. എൻ്റെ ഒരു ജീപ്പ് ഉണ്ട് ഇവിടെ, ഞാൻ റെൻറ്റ് എടുത്തിപ്പോൾ അവിടെ ബൈക്ക് റെൻറ്റിന് ജീപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 3 ദിവസത്തേക്ക് ജീപ്പ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നാൽ എവിടെ എത്തും? ഈ ടാബ്ലൊക്കെ നമ്മളെ ടാബ്ലല്ല. ഞാൻ പറയും ഈ ടാബ്ലറ്റിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ടാബ്ലറ്റ് ഈ വീട് എടുത്തപ്പോൾ. അപ്പോൾ ഇത് നമ്മളെ ടാബ്ലറ്റ്, ഈ ടാബ്ലറ്റ് ഇരിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എവിടെ ഇരുത്തും? നമുക്കിതൊരു കാര്യം ചെയ്യാം. ഇതിലൊരു സാധനം ഉണ്ട്, ഞങ്ങൾ കാണിച്ചു തരുന്ന സാധനം. ഒരു ആൾക്കാരെ കയറ്റാനുള്ള സാധനം ഉണ്ട്. ആൾക്കാരെ കയറ്റി ഇരുത്താൻ പറ്റിയ കാണിച്ചു തരുന്നതാണ്. യോഗത്തിലുണ്ടായിരുന്നുള്ള സാധനം. പുറത്തൊക്കെ പോയാൽ യൂസ് ചെയ്യാം ആൾക്കാർ. ഇതാ ഈ ഒരു സാധനം നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. ജിമ്മ ഇരുന്നോളും. ജിമ്മ എല്ലാവർക്കും ഇരിക്കാൻ പറ്റും. നമ്മൾ പുറത്തൊക്കെ പോകില്ലേ ഗൈസ്, നമ്മൾ ഇപ്പോൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ചിലവരൊക്കെ യൂസ് ചെയ്യും. ഞാൻ അത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ക്യാമ്പിനൊന്നും മാത്രമേ വെക്കാൻ പാടുള്ളൂ. കാരണം നമുക്കിത് ഇവിടെ ഇരിക്കാൻ പറ്റും. അവൻ ഇവിടെ ഇരുന്നോളും, പിന്നെ ഒരാൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും.
പേര് കൂടി ഇരിക്കാൻ പറ്റും. ഓക്കെ, ഞങ്ങൾ രണ്ടാളും കൂടി ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ അനിയത്തി പോയി, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിനെ വിളിക്കുന്നത് ഞാൻ. അവളല്ലെങ്കിൽ എൻ്റെ അനിയത്തിയല്ലേ, അവളുടെ ആളെ വിളിക്കുമെങ്കിലും വണ്ടി മോഷ്ടിക്കുമെങ്കിലും എന്താണ് അത് തിരിച്ചു കൊടുക്കും കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പൈസ ഒക്കെ ഉണ്ടാവും, ഞാൻ വാങ്ങിക്കൊടുക്കും. അത് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ മോഷ്ടിക്കും, അല്ലെങ്കിൽ നമ്മൾ മോഷ്ടിക്കില്ല. എൻ്റെ അനിയത്തി ഉള്ളത് അങ്ങനെയാണ് കേസ്. അപ്പോൾ നമ്മുടെ ആപ്പിളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ എപ്പോഴും എത്താനൊന്നും അറിയില്ല. അതിൻ്റെ മുന്നേ തന്നെ അത് സംവിധാനം കുറച്ചൊക്കെ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഇനി അവൻ വന്നാൽ അവർക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കണം കേസ്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണം, അതാണ് കുറച്ച് പണി. ഞാൻ ഫുഡ് ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നുള്ള എന്താ പോകുമ്പോൾ വന്നാൽ നമുക്ക് കൊടുക്കുക. ഇത് ചിക്കൻ്റെ ഇത് വെക്കുക. ഓക്കെ, ഇത് കൊടുക്കട്ടെ കേസ്. അവൻ വന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ വെക്കാം. സ്പൂണാ ആർക്കും നമുക്ക് ഈ ഫുഡ് ഇതിനുള്ളിൽ വെക്കാം. ഈ വേണം നമുക്ക് ഓവല്ല. അപ്പോൾ അത് പൊട്ടനാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കൽ. ആൾക്കാരെ ഫുഡാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറയും. നമുക്ക് ഇതൊന്ന് ചൂടാക്കാം. എന്ത് വെക്കാൻ വെച്ചത് അല്ലെങ്കിൽ വേണ്ട, നമുക്കിത് ഇതൊന്നും ഇവിടെ മൂടി വെക്കാം. ഞാൻ കുറച്ച് മുന്നേ ഞാൻ കഴിക്കാൻ കരുതി വെച്ചതാണ് ഈ അതിൽ നമുക്ക് കൊടുക്കാം. നമുക്കിത് ഇതിരിക്കുക, ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ആയിട്ടാണ് വെക്കാം. നമുക്കിത് അവിടെ വെക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് ഇനി നമുക്ക് അവർക്ക് ജ്യൂസൊക്കെ ഒക്കെ ഇഷ്ടമുള്ള. അപ്പോൾ നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഷേക്ക് ജ്യൂസ് സെറ്റാക്കിയിട്ടുണ്ട്, അത് രണ്ടും കൊടുക്കുക. ഓക്കെ, ഞാൻ ബെറ്റ് അതുവരെ നമുക്ക് എന്താണ് ലേറ്റൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഫുൾ സെറ്റാണ്. അവർ നമുക്ക് ടി വി കണ്ടിരിക്കാം. ടി വി റൂമില്ല, ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിൽ തോന്നുന്നത് ഞാൻ ടി വി വെച്ചിട്ട് അവൻ വെച്ച കേസ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഫുൾ ക്ലീൻ ചെയ്യാം. ഇവിടെ കുറച്ച് വേസ്റ്റ് ആയിട്ടുണ്ട്. എന്താണ് ബാക്കി ക്ലീനർ ഇത് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇതിൽ 20 കോടീൻ്റെ സാധനം പോയി. അതുകൊണ്ട് നമുക്ക് ബിരുദാര് വരുന്നുണ്ടല്ല, അതുകൊണ്ട് നമുക്ക് അവനീ നമുക്കൊന്ന് സൽക്കരിക്കണം. കേസ് അപ്പോൾ അവൻ ബാറ്റിട്ടു. അവൻ ബാറ്റ് അതിൻ്റെ അത് ഞാൻ പോയി ടി വി പോയി ലിവിങ് റൂം. ഓക്കെ, ഇത് അവിടെയാണ് ലിവിങ് റൂം. അതുവരെ ഒന്ന് ടി വി കണ്ടിരിക്കാതിരിക്കാം. ഞാൻ അതുവരെ ടി വി കണ്ടിരിക്കാൻ വിചാരിച്ചു. ഞാൻ ടി വി കണ്ടിരിക്കട്ടെ. അപ്പോൾ പിന്നെ അവൻ വെക്കാം. ആരോ കോളിമ്പലടിച്ചിട്ടുണ്ട്. ഓക്കെ, അവൻ വന്ന് തോന്നുന്നുണ്ട്. അത് ആരും കോളിമ്പലടിച്ചിട്ടില്ല. ഫോണൊക്കെ വരും മെസ്സേജ്. ഓക്കെ, സംഗീത ടി വി ഓഫാക്കാം. ഓക്കെ, പെട്ടെന്ന് എന്ത് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് അവൻ തന്നെയാണ് ഇതുകൊണ്ട് വന്നിട്ടുള്ളത്. അത് അവൻ തന്നെ വന്നിട്ടില്ലേ. ഹലോ ജോഹനെ, എൻ്റെ കൂടെ സുഖമില്ലേ? ഷമസ്, നീ വല്ലാണ്ടങ്ങോട്ട് മാറിയില്ല ഷമസ്. ഹെയർ കട്ടൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് തടിയൊക്കെ വെച്ചല്ലോ. ജോഹനെ, ഞാൻ കുറച്ച് തടിയൊക്കെ വെച്ച് കുറച്ച് സീനായിട്ടുണ്ട്. നീ പണ്ടത്തെ മാതിരിയൊന്നുമില്ലല്ലോ, എൻ്റെ ഹെയർ കട്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ. എന്താ നീ കയറി, നീ എന്താ പുറത്തേക്കണേ? അപ്പോൾ വന്ന് കയറിപ്പോ. ഇപ്പൊ എന്താ ഇവിടെ ഇതവിടെ നിന്ന് ഇരിക്കുക. ഇവിടേക്ക് ഇരുന്നു കയറി. ഇവിടേക്ക് വന്നിരുന്നോ? എടാ ഇവിടേക്ക് വന്നിരിക്കടാ. എന്താ ഷമസ്, ഞാൻ ഇരുന്നോളാ. നീ ഇന്നവാ ഇതാ ഇവിടെ ഇരിക്കുക. ഇതേ അപ്പുറത്ത് വന്നിരിക്കടാ. ഓക്കെ ഇവിടെ അല്ലേ? പിന്നെ എന്തൊക്കെയാ പാട്, സുഖല്ലേ? പിന്നെന്താ സുഖം തന്നെ. പിന്നെ ഞാൻ എന്താണ് ഇപ്പോൾ പുറത്തേക്കൊന്നും ഇറക്കില്ല. എന്താണ് ഇപ്പോൾ മറ്റേ സ്ഥലത്തേക്കൊന്നും ഇപ്പോൾ പോകാൻ ആരെ വീട്ടിലേക്കാണ് പോകല്ലേ. ഇന്നലൊക്കെ അല്ലേ ഉണ്ട്.
പിന്നെ നമ്മള് പിന്നെ അങ്ങനെ പുറത്തൊന്നും ഇറക്കില്ല, ഇപ്പൊ ചൂടല്ല പുറത്തൊക്കെ ഭയങ്കര, അതുകൊണ്ട് ഇപ്പൊ ഒന്നും ഇറങ്ങലില്ല അങ്ങനെ. A few moments later. ഓക്കെ, ഇപ്പൊ എന്നാ ഫുഡ് കഴിക്കാം. നേരത്തെ ഫുഡ് കഴിക്കണം, നല്ലതാണ്. ഇതാ നീ വാ. ഓക്കെ, ഞാൻ വരാം. നീ വാ എന്നാ. ആ പിന്നെടാ, ഞാൻ ഇവിടെ പോയിട്ട് വരാം കേട്ടോ. എവിടെ പോയിട്ട് വരാം? ഞാൻ എന്താണ് ഇപ്പോൾ ഇവിടെ പോയിട്ട് വരാം. എന്താണ് എൻ്റെ ഇവരെ വീടുണ്ട്. ആരെ വീട്? എന്താണ് എൻ്റെ ആൻറ്റിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വരാം. അപ്പോൾ അവിടെ എന്താണ് ഞാൻ ചായ ഒക്കെ കുടിച്ച് വരാം. ഇവിടെ ഒന്നും വേണ്ടിട്ടാ. എല്ലാവരും അങ്ങനെ പറയരുത്. ഞാൻ അതുകൊണ്ട് ചിക്കനും പൊറോട്ടയില്ല അപ്പം ചിക്കൻ കറി പൊറോട്ട ഉണ്ടാക്കി. ഓക്കെ, ഞാൻ അതാ വരുന്നത്. ഇത് അവിടെ ഇരിക്കട്ടെ, ഞാൻ അത് ഫുഡ് എടുത്തിട്ട് വരാം. ആ ഓക്കെയാടാ, വാണ്ടിനില്ല. എടാ വാണ്ടിനില്ലടാ. എന്നാൽ അത് ഇത് തിന്നിട്ടേ പറ്റുള്ളൂ. ഇത് തിന്നിട്ടേ ഈ പോവാൻ പാടില്ല. അത് സോറി ട്ടാ, അത് സാധനം നെറ്റി പോയില്ല. സോറി ട്ടാ, എൻ്റെ കൈ കെട്ടിയതാണ്. ഞാൻ വെച്ചത് ആടാ സാരില്ല. നീ എന്തിനാ നിൽക്കണൊക്കെ ശ്രദ്ധിക്കട്ടാ. ആടാ സോറി ട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത്. ഞാൻ പിക്കപ്പ് നിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. സോറി ട്ടാ. ആ കുഴപ്പമില്ലടാ, നീ വേറെ വെക്ക്. ആരത് പിക്കപ്പ് ഒക്കെയാണ്. ആ ഫുഡ് അവിടെ എന്താണ് വെച്ചിരുന്നത്, ആ ഫുഡ് നീ എന്താണ് എടുക്കാനാണ് വിചാരിച്ചത്. നീ അവിടെ ഇരുന്നോ? ആ ഞാൻ അവിടെ ഇരുന്നോളാം. ഓക്കെ, എന്താ ഫുഡ് ഞാൻ ഇപ്പം തരട്ടെ. ഫുഡ് കഴിച്ചിട്ട് പോകാൻ പാടുള്ളൂ. എന്നാ എനിക്കിതാ ഇപ്പോൾ ഫുഡ് തരാം. എന്താട്ടാ ഫുഡ് കഴിച്ചോട്ടാ. ആടാ ഓക്കെ കഴിച്ചിട്ടേ പോകാൻ പാടില്ല. ആ ഓക്കെ. പിന്നെ വീട്ടിലൊക്കെ എന്താ ഉമ്മക്കും ഉപ്പക്കൊക്കെ ഇങ്ങനെ എനിക്ക് ഒരു കാക്ക ഉണ്ടല്ലേ, എന്തൊക്കെ പാട്? അവർക്കൊക്കെ സുഖം തന്നെയല്ലേ ഉപ്പാക്കും ഉമ്മക്കും കാക്കും? ആ കാക്ക ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കാക്ക അവിടെ നിന്ന് തിരുവനന്തപുരത്ത് ഇപ്പോൾ സ്ഥലം വിട്ടല്ല. ഈ സ്കൂൾ വേറെ എന്താണ് ഇവിടെ പോയി പഠിക്കുന്നുണ്ട് ഇപ്പോൾ. എവിടെ? ആ ഇവിടെ എന്താണ് ഇപ്പോൾ മറ്റേ ഏരിയ ഇല്ല നമ്മളെ കോഴിക്കോട് പോയി പഠിക്കുന്നുണ്ട് ഇപ്പോൾ ആള്. അവിടെ കോളേജിൽ പഠിക്കുകയാണ്. ഇപ്പോൾ ആളൊക്കെ സുഖം തന്നെ എന്നാണ് പറയുന്നത്. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ സുഖം തന്നെ, അവർ ഹയറായിരിക്കും. പിന്നെന്താ എന്താണ് അത് ഡോറടിച്ചിട്ടില്ല സാറിയ. എന്താണ് പിന്നെ എന്തൊക്കെയാ എന്താണ് ആർക്ക് അനിയില്ല? ഇല്ലടാ, അനിയില്ല, കാക്ക മാത്രമേ ഉള്ളൂ. പിന്നെന്താ സ്കൂളത്തൊക്കെ എങ്ങനെ പോണ്? പഠിക്കുന്നുണ്ടാ? പിന്നെടാ ഞാൻ പഠിക്കുന്നില്ല. ഇപ്പം എക്സാം അല്ലടാ. ഞാൻ പിന്നെ എന്താണ് സ്റ്റഡി ലീവ് എടുത്തിപ്പോൾ 2 ദിവസം അങ്ങനെ വന്നതാണ്. A few moments later. എന്താ പിന്നെ ഞാൻ പോട്ടരാ, എനിക്ക് അത്യാവശ്യമായിട്ട് പോകാണ്ട്. ഈ എടാ പോലെ ഇത്ര അർജന്റ് പോവാണ്? ആടാ എന്താണ് ഞാൻ പിന്നെ ഞാൻ എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ വേറെ ആളെടുത്ത് പോകാണ്ട്. പിന്നെ ഇവിടെ റൂം എടുത്തിട്ടുണ്ട് ഞാൻ ബിൽഡിങ്ങിൽ, ഫ്ലാറ്റിൽ. അവിടെ ഇവിടെ ആകെ 3 ഫ്ലാറ്റില്ല, അവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ നീ അവിടെ പോയിട്ട് റൂമൊക്കെ സെറ്റാക്കണം. പിന്നെ അവനെ പോകാൻ കാണാണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. എന്നാ ഞാൻ പോട്ടറാ. എന്താ പോയിക്കോന്നാ. ശരി, എന്താ പോയിക്കോ. എന്താണ് അർജൻറ്റായിട്ടാട്ടാ വിട്ടത്, അല്ലെങ്കിൽ ഞാൻ വിടൂല. എന്താണ് കുറച്ചായി ഇരുന്നിട്ടേ വിടുള്ളൂ. എന്താ പോയിക്കോന്നാ. ഓക്കെടാ, അതൊക്കെ ശരി തന്നാ. ഓക്കെടാ എന്നാ. എന്താ നടക്കൂടാ, പോയിക്കൂടാ. പിന്നെ നീ ഏത് വണ്ടിയിലാണ് വന്നത്? ആദ്യം ഞാൻ ജീപ്പിലാണ് വന്നത്. ജീപ്പിലല്ലേ വന്നത്? ജീപ്പ് നീ ഇതാ നോക്കുക. ജീപ്പ് ക്യാമറ. ജീപ്പിലല്ലേ വന്നത്? ഞാൻ ജീപ്പിലാണ് വന്നത്. എന്താ ശരി ഇട്ടാ. ശരി ഇട്ടാ. ശരി എന്നാ ബൈ. ആടാ ബൈ. ഓക്കെ ബൈ എന്നാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ശരി ഇട്ടാ. ശരി. എടാ എന്തെന്ന് റൂമിലെത്തിയിട്ട് വിളിക്കിട്ടാ. അതാ ഇന്നെ ഇടിക്കലടാ. റൂമിലെത്തിയിട്ട് വിളിക്കിട്ടാ. ആടാ ശമാശം വിളിക്കട്ടാ. ഓക്കെ ഇതപ്പോൾ ശരി എന്നാ. ശരി. ഓക്കെ ബൈ. അങ്ങനെ അവൻ പോയിട്ടുണ്ട്.
അതിന് നമ്മളെ ഈ ഒരു വീട്ടിലേക്ക് പുതിയൊരു വിരുന്നാണ് വന്നു. അപ്പോൾ ഗൈസ് നമ്മൾക്ക് വീഡിയോ സമയത്ത് ആ ഫുഡുകളൊക്കെ ഇങ്ങനെ തരണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ള അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള വീഡിയോ ആയിരുന്നത്. ഇത് ഗസ്റ്റ് വരുന്നൊന്നും അറിയില്ലായിരുന്നു. അത് അവൻ്റെ ബിൽഡിംഗ് അതുകൊണ്ടാണ് കണ്ടത്. അവൻ പറഞ്ഞ പ്രീമിയം ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് അതന്നെ അവനോട് അവൻ ഇവിടുത്തെ ആയിട്ട് പ്രീമിയം ബിൽഡിംഗ് അതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോസിലൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ നടത്തട്ടെ ഗൈസ്. അപ്പോൾ എന്താണ് ഇത് ഒരു ഗസ്റ്റ് വരുന്നൊരു വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിരുന്നു ഗൈസ്. നമ്മൾ കുറച്ച് ദിവസം തന്നെ വരിക. എന്താണ് കുറച്ച് ദിവസം നമ്മൾ GTA 5 പോലത്തെ ഇങ്ങനത്തെ വീഡിയോ വരും. പിന്നെ നമ്മൾ വേറെ ഇങ്ങനത്തെ വേറെ വീഡിയോസ് വരും. ഓക്കെ, അപ്പോൾ ഇത്ര വീഡിയോ ഇഷ്ടമുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് പോയിട്ട് ഗൈസ് പോലെ. അപ്പോൾ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 100 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ എന്താണ് ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ് നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ടാർഗറ്റ് വെച്ചാൽ 150 ടാർഗറ്റ് ഇട്ടു ഈ സബ്സ്ക്രൈബ് ടാർഗറ്റ്. കാണാത്തവരെല്ലാവരും ഒന്ന് ഗൈസ് ടാർഗറ്റ് ഒന്നുമില്ല. നിങ്ങൾ പറ്റിയെങ്കിൽ 1 മില്യൺ വരെ ആക്കി 1K ആക്കി ഗൈസ്. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.